ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ശ്രീലക്ഷ്മിയാണെങ്കിൽ ഹരീഷിൻ്റെ വീട്ടിൽ രുക്മിണി ശ്രീലക്ഷ്മിക്ക് എന്തോ പൊടി കലക്കി കൊടുത്തതും അതിനുശേഷം മാനസിക വിഭ്രാന്തി ഉണ്ടായതും ആ കഥകളൊക്കെ ഇങ്ങനെ ശ്രീലക്ഷ്മി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കേട്ടിട്ട് കൊച്ചമ്മണി എൻ്റെ ദൈവമേ, എന്തൊരക്രമം അവളീ കാണിച്ചത്. ഈ ശ്രീലക്ഷ്മിക്ക് ഭ്രാന്തി പിടിച്ചിട്ട് ഇവള് തന്നെ സ്വയം തല തല്ലി ചാകണം. അതിനുള്ള മരുന്നാ രുക്മിണി ഇവക്ക് ചെയ്തത്. എന്തൊരു ദുഷ്ടയായ സ്ത്രീ ഹൃദയ പറയുക. ഈ സമയം പ്രിയ അങ്ങോട്ട് മാറി നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവളെ ദുഷ്ടയെന്നല്ല പറയേണ്ടത്, അവളെപ്പറ്റി പറയേണ്ട ഒരു പേരുണ്ട്, അത് ഞാൻ ഇപ്പം പറയുന്നില്ല. എന്നിട്ട് കൊച്ചമ്മണി ഇത് ഉമ്മത്തുംകായും കാട്ടു തൃക്താവുക. വേണുവട്ടം ചോദിക്കുക, കാട്ടു താറാവോ? അയ്യോ, കാട്ടു താറാവ് ഒന്നുമല്ല, കാട്ടു തൃക്താവ്. അങ്ങനെ കുറെ വിഷച്ചെടികളൊക്കെ ചേർത്തുണ്ടാക്കുന്ന മരുന്നായത്. ഭ്രാന്ത് പിടിച്ച് ചാകാൻ വേണ്ടി തന്നെ രുക്മിണി ഇത് ചെയ്തത്. പക്ഷെ ഇതിനൊരു പ്രതിവിധിയുണ്ട്. അത് കേട്ടിട്ട് ഹൃതിക രാജു, നമുക്ക് ഉടനെ തന്നെ സ്ത്രീയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാലോ? നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ ആരെ വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക. നിങ്ങൾ പ്രാന്താശുപത്രിയിലൊക്കെ കാണിക്കുന്നതിന് മുമ്പേ ഇത്തരം കാര്യങ്ങളിൽ എനിക്കുള്ള പിടിപാട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഞാൻ ആരാണെന്ന് വേണുവാശാന് നന്നായിട്ടറിയാം. അപ്പോൾ നമ്മുടെ രാധമ്മ ഈ അമ്മയുടെ അച്ഛനൊരു പേരുകേട്ട വൈദ്യനാണെന്നാ പറയുന്നത്. അതെ, എൻ്റെ അച്ഛൻ്റെ പേരാണ് പാൽക്കാവടി പത്മനാഭൻ വൈദ്യർ. അതെന്താ വല്യമ്മേ, പാൽക്കാവടി പത്മനാഭൻ വൈദ്യരോ? അങ്ങനെ ഒരു പേരുണ്ടോ? അതെ, എൻ്റെ അച്ഛൻ്റെ ഇരട്ടപ്പേരാ അത്. അച്ഛൻ വൈദ്യശാലയിൽ അരിഷ്ടവും കഷായവും ഗുളികയും ഇതിനൊക്കെ പുറമെ പാൽക്കാവടി എന്ന പേരിലൊരു ചാരായം വാറ്റി വിറ്റിരുന്നു. ഈ പാൽക്കാവടി ചാരായം ഒരു 100 മില്ലി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാൽക്കാവടി ആട്ടമാണ്. ചുംബനവളവിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ വൈദ്യശാല ഉണ്ടായിരുന്നത്. ചുംബനവളവിലാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പാൽക്കാവടിയാട്ടമാണ്. ആ പാൽക്കാവടി കുടിച്ചിട്ട് ചിലർക്ക് ഭ്രാന്തം പിടിച്ചിട്ടുണ്ട്. അവരെയും അച്ഛനാണ് ചികിത്സിച്ചത്. ആ അച്ഛൻ്റെ ഒരേ ഒരു അസിസ്റ്റന്റ് ഞാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ ഈ ശ്രീലക്ഷ്മിയുടെ അസുഖം ഞാൻ മാറ്റിത്തരാം. ഇതിനുള്ള പ്രതിമരുന്നൊക്കെ എനിക്കറിയാം. ഹൃതികയ്ക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. ഹൃതിക രാജുവിനോട് രാജു, സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ പോരെ? അത് ഋതു, സൈക്കാട്രിസ്റ്റ് ആകുമ്പോൾ സെഡേഷനുള്ള മരുന്നൊക്കെ കൊടുത്ത് ഇവൾ ആകെ ക്ഷീണിക്കും. വേണുവേട്ടൻ എടാ രാജു, ഇവർക്ക് വൈദ്യമൊക്കെ അറിയാം, എന്തായാലും ആയുർവേദം മതി, അത് നിങ്ങളങ്ങ് ചെയ്തേരെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് വൈകുന്നേരം മരുന്നങ്ങോട്ട് കഴിച്ചാൽ അപ്പം തന്നെ മാറുമെന്നാരും നിങ്ങൾ വിചാരിക്കരുത്. ഇതിനൊക്കെ ഒരല്പം സമയമെടുക്കും. അതൊന്നും കുഴപ്പമില്ലമ്മേ, അവിടെ വേദനയൊന്ന് മാറിയാൽ മതി, രാധമ്മ അപ്പോൾ പെട്ടെന്ന് കൊച്ചമ്മണി ഈ അമ്മിണി വൈദ്യനെ വേണുവാശാനൊന്ന് സഹായിക്കണം. അയ്യോ, ഞാൻ എങ്ങനെ സഹായിക്കണമെന്നാ പറഞ്ഞാൽ മതി. അതായത് കഷായം, ലേഹ്യം, ഗുളിക, തിക്തകം ഇതെല്ലാം ഉണ്ടാക്കാനുള്ള കുറേ മരുന്നുകളുടെ ലിസ്റ്റ് ഞാൻ പറയും. ആസാൻ അതങ്ങോട്ട് എഴുതിയെടുക്കണം. എന്നിട്ട് ആസാൻ അതൊക്കെ എനിക്ക് സംഘടിപ്പിച്ചു തരണം. അയ്യോ, അതിനെന്താ, ഞാൻ കൊണ്ടുതരാമല്ലോ. ഹൃതിക പറയുക, ഈ പ്രിയേച്ചി എന്താ ഇങ്ങോട്ട് വരാത്തത്? അതിൻ്റെ പേരാണ് അസൂയ. അവളുടെ വേണുവാശാന്റെയും രാധമ്മയുടെയും ചക്കരമുത്താട്ടം വിലസ് നടക്കുമല്ലായിരുന്നു. ഇപ്പൊ ശ്രീമോള് വന്നില്ലേ? ശ്രീലക്ഷ്മിയെ നിങ്ങൾ ഓമനിക്കുന്നതിന്റെ കുശുമ്പ. രാധമ്മ പണ്ട് മുതലേ പ്രിയ അങ്ങനെ. അവള് മൂത്ത മകളല്ലേ, അവക്കതിൻ്റെ അവകാശം വേണം. മോള് സമാധാനമായിട്ടിരിക്കും. എൻ്റെ മോടെ മനസ്സിൻ്റെ അസുഖം ഈ വല്യമ്മ മാറ്റിത്തരാം. വേണുവാശാനെ അപ്പോഴും മരുന്നങ്ങോട്ട് എഴുതിക്കുക എൻ്റെ ശിഷ്യ. ഞാൻ പല അഭ്യാസങ്ങളും നിങ്ങളോടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കൊച്ചമ്മയുടെ ഒരു തമാശയാണ്. ആ രുക്മിണി എന്ന ചുടലയക്ഷിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അവൾക്ക് ഞാനൊരു ലേഹ്യം ഉണ്ടാക്കി കൊടുക്കാം, ശുഭ സന്യാസി ലേഹ്യം. അത് അവൾ കഴിച്ചു കഴിഞ്ഞാൽ മരവൊരു ചുറ്റിക്കൊണ്ട് അവൾ കാട് കയറും. പിന്നെ രുക്മിണി തിരിച്ചു വരില്ല. മോളെ സമാധാനത്തോട്ടിരിക്കും. ഒരു 2-3 ദിവസത്തിനകം മോടെ അസുഖം ഈ വല്യമ്മ മാറ്റിത്തരും. വേണുവാശാനെ, നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കിയാലോ? അങ്ങനെ കൊച്ചമ്മണിയും വേണുവേട്ടനും കൂടെ ആ ലിസ്റ്റ് പ്രകാരം മരുന്നൊക്കെ തയ്യാറാക്കാൻ ഒരുങ്ങുവാണ്. ദീപക് അംബികയെ വിളിച്ചിട്ട് പറയുന്നു, അമ്മേ, ഞാൻ അമേരിക്കയ്ക്ക് പോവുകയാണ്, ടിക്കറ്റ് എല്ലാം ഓക്കെ. അമേരിക്കയ്ക്കോ? എപ്പോഴാ മോനെ? ഈ വരുന്ന 10-ാം തീയതി. ടിക്കറ്റ് ഓക്കെ ആണെങ്കിൽ എൻ്റെ മോൻ സന്തോഷത്തോടെ പോയിട്ട് വാ. പിന്നെ മോനെ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായ സാഹചര്യമാണ്. അതെന്താ അമ്മേ? രാജുവും ഹൃതിയും എന്തോ അവരുടെ ഫാമിലി ഇഷ്യൂ ആയിട്ട് ഓടി നടക്കുക. ഈ തക്കം നോക്കി നീ ന്യൂയോർക്കിൽ പോയി അനന്തംപിള്ളയുടെ മോളെ കാണ്. കല്യാണമൊക്കെ കഴിച്ചിട്ട് നീ പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി. അമ്മേ, കല്യാണമൊക്കെ അല്ലയോ? അമ്മ ഫോണിൽ കൂടിയെങ്കിലും എന്നെ ഒന്ന് അനുഗ്രഹിക്കുക. മോനെ അനുഗ്രഹിക്കുവാണ് അംബിക. എന്നാ ശരി അമ്മേ എന്നിങ്ങനെ പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. ഇതെല്ലാം പുറത്ത് യാമിനി നിന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പം ശരിയാക്കി തരാമെന്ന ഭാവത്തിൽ നമ്മുടെ യാമിനി തലയാട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. യാമിനി പെട്ടെന്ന് ഫോൺ എടുത്ത് രാജുവിനെ വിളിച്ചിട്ട്, രാജു, ഇപ്പം പോയാൽ അവനെ കിട്ടും. അയ്യോ മേഡം, ആരെയാ? ഇപ്പോൾ ദീപക്കും അമ്പയും ഉള്ള ഫോൺ സംഭാഷണം ഞാൻ കേട്ടതാ. അതിനെന്താ മേഡം, ഞാൻ അവനെ സ്റ്റേറ്റ്സിലോട്ട് തന്നെ അങ്ങ് വിട്ടേക്കാലോ. അപ്പോൾ ഹൃതിക അങ്ങോട്ട് വരുക. എന്താ രാജു, നമ്മൾ കാത്തിരുന്ന സമയം നടപ്പിലാക്കാനുള്ള നേരമായി.
അങ്ങനെ രാജു ദീപക്ക് സ്റ്റേറ്റ്സിൽ പോകാനിരിക്കുന്നു, അനന്തംപിള്ളയുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ ഋതികയോട് പറയുവാണ്. ഈ സമയം ദീപക്ക് ജയിലിൽ ചെന്ന് അനന്തംപിള്ളയെ കാണും. എടാ നീ ഇതുവരെ പോയില്ലയോ? ഇല്ലെങ്കിലേ അടുത്ത വെള്ളിയാഴ്ച പോകാനിരിക്കുക. അങ്കിളൊന്ന് പുറത്തിറങ്ങിയിട്ട് പോയാൽ മതിയെന്നാണ് ഞാൻ വിചാരിച്ചത്. എടാ എൻ്റെ കേസ് അത് അല്പം വൈകും. കോടതിയിൽ കിടക്കുന്ന കേസല്ലേ, കാലാവധി നീളുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. അങ്കിളെ പഴയതുപോലെയൊന്നും അല്ലല്ലോ ഇപ്പോൾ. കാലത്തിനേറ്റ മാറ്റങ്ങൾ കോടതിയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേസ് എളുപ്പം തന്നെ അവസാനിക്കും. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എൻ്റെ മരുമകനാകാൻ പോകുന്ന സ്ഥിതിക്ക് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അയ്യോ എന്താങ്കിളെ? പൊളിറ്റിക്സ് അല്ല ഫാമിലി ലൈഫ്. പൊളിറ്റിക്സിൽ നമ്മൾ കാലുവാരലും ചതിയും കുതികാലുവെട്ടും എല്ലാം നടത്തും. പക്ഷെ കുടുംബജീവിതം അങ്ങനെയല്ല. അയ്യോ അങ്കിളെ, അങ്കിൾ എൻ്റെ ഗാർഡിയനല്ലേ, അങ്കിൾ എന്ത് പറഞ്ഞാലും ഈ മരുമോൻ കേൾക്കും. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻ്റെ ഭാര്യയും എൻ്റെ മകളും എന്നെപ്പോലെ ദുഷ്ട സ്വഭാവം ഉള്ളവരല്ല. എൻ്റെ ആൺമക്കൾ പ്രശ്നക്കാരാ, പക്ഷെ അങ്ങനെയല്ല എൻ്റെ ഭാര്യയും മകളും. അവർ പഞ്ചപാവങ്ങളാ. നിന്റെ A to Z കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിന്നെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാ എൻ്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരാൻ പോകുന്നത്. എൻ്റെ മകളെ നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ നിന്റെ പഴയ സ്വഭാവം തുടരാനാണെങ്കിൽ, അയ്യോ അങ്കിളെ ഞാൻ അങ്ങനല്ല. അങ്കിളുടെ മകളെ താലി കെട്ടിയ പിന്നെ ഞാനൊരു പുതിയ ദീപക്കായിട്ടങ്ങ് മാറും. നീ മാറണം. എൻ്റെ ഭാര്യയെയും എൻ്റെ മോളെ നീ പൊന്നുപോലെ നോക്കണം. എൻ്റെ ഭാര്യയെ നോക്കാൻ മുംബൈയിൽ എൻ്റെ അനന്തരവളുണ്ട്. എന്നാലും എൻ്റെ ഭാര്യ നിന്റെ കൂടെ വന്നാൽ അവളെ നീ നന്നായിട്ട് നോക്കണം. നേരത്തെ പറഞ്ഞുറപ്പിച്ച പോലെ എൻ്റെ എല്ലാ സ്വത്തുക്കളുടെ അവകാശി നീയും എൻ്റെ മകൾ നന്ദനിയുമാണ്. പിന്നെ അവളുടെ നമ്പർ ഇന്നലെ മുതൽ മാറിയിട്ടുണ്ട്. പുതിയ നമ്പർ പറയാം, നീ അത് സേവ് ചെയ്ത് വെച്ചോ. അങ്ങനെ അനന്തംപിള്ള ഒരു നമ്പരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, നമ്പർ ഓർമ്മയുണ്ടല്ലോ, എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ അങ്കിളെ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിടുവാണ് അനന്തംപിള്ള. എന്തോ വലിയ പടുകുഴിയിലോട്ടാണ് ദീപക്കിനെ പറഞ്ഞു വിടുന്നതെന്ന് മനസ്സിലായി. ആ ചിരിയാണ് അനന്തംപിള്ളയ്ക്ക്. വീണ്ടും വിഷ്ണുലോകം ആക്കുന്നവനാണ് ഈ അനന്തംപിള്ള. ഈ അച്ഛൻ്റെയും മകളുടെയും കഥ തീരുമാനിക്കുന്ന ഈ അനന്തംപിള്ള എന്നും പറഞ്ഞ് അനന്തംപിള്ള തണ്ട മതി മറന്ന് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ മനസ്സിലായി ഏതോ വലിയ പടുകുഴിയിലോട്ടാണ് ദീപക്കിനെ പറഞ്ഞു വിടുന്നതെന്ന്. എന്തൊക്കെ ഓർത്ത് സങ്കടത്തോടിരിക്കുന്ന ശ്രീലക്ഷ്മിയുടെ അടുത്ത് ഋതിക പറയാ, നടന്ന സംഭവങ്ങളൊന്നും ഓർത്ത് ശ്രീ നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന, അതൊക്കെ അങ്ങ് മാറിക്കോളും. രാജു പറയാം, പിന്നെ ഏത് തരത്തിൽ നോക്കിയാലും ഹരീഷ് നല്ലവനാ. സ്വന്തം അമ്മ ആരാണെന്ന് അവന് മനസ്സിലാക്കാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ. അതൊക്കെ അവൻ വൈകാതെ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോഴാ ഹരീഷ് നിന്റെ മുന്നിൽ വന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്യും. ദാണ്ട നമ്മുടെ കൊച്ചമണി എന്തൊക്കെയോ മരുന്ന് അരച്ച് കലക്കി കൊണ്ടുവരുന്നുണ്ട്. കൂടെ ദാണ്ട രാധമ്മയുടെ കയ്യിലും എന്തോ ഉണ്ട്. മോളെ ശ്രീലക്ഷ്മി, നമുക്ക് കഷായവും മരുന്നും ഒക്കെ കഴിച്ചു തുടങ്ങാം വല്യമ്മേ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. മരുന്നൊക്കെ ഞാനാ ഉണ്ടാക്കിയതെങ്കിലും പകുതിക്കാര്യം ദൈവം വിചാരിക്കണം. മോളെ കൃതിയെ വേണുവേട്ടൻ പറ. അയ്യോ കത്രികയും ഒന്നും അല്ല, അതിൻ്റെ പേര് ഋതിക, ഋതുമോളെന്ന് വിളി. അയ്യോ എൻ്റെ വേണുവാശാനി, എനിക്ക് കൃതികേനേ വരത്തുള്ളൂ. എൻ്റെ മോൾ ഐശ്വര്യമുള്ളവളാ. മോള് വേണം ഈ മരുന്ന് ശ്രീമോക്ക് കൊടുക്കാൻ. അങ്ങനെ ഋതിക ആ മരുന്നിങ്ങനെ ശ്രീലക്ഷ്മിക്ക് കോരി കൊടുക്കുക. ഇതെല്ലാം ജനലിനടുത്ത് നിന്ന് പ്രിയെ കാണുവാണ്. രാധമ്മ, ഇനി മോളുടെ അടുത്തിരുന്ന് ഈ കഞ്ഞി കോരി കൊടുക്കും. മോളെ ഇനിയൊരു അരിഷ്ടമുണ്ട്, അതിന് കുറച്ച് കഴിഞ്ഞു തരാം. അങ്ങനെ രാധമ്മ ശ്രീലക്ഷ്മിക്ക് കഞ്ഞി കോരി കൊടുക്കുക. പ്രിയയ്ക്കത് തീരെ സഹിക്കുന്നില്ല. ഒരമ്മയും കുഞ്ഞു തള്ളെ ചവിട്ടി തേച്ചിട്ട് വന്നേക്കുന്നവളിപ്പോൾ. രാധമ്മ ശ്രീലക്ഷ്മിക്ക് സ്നേഹത്തോടെ കഞ്ഞി കോരി കൊടുക്കുന്നതും ആ മുഖമൊക്കെ തുടയ്ക്കുന്നതും കണ്ടിട്ട് വേണുവേട്ടൻ സങ്കടത്തോടെ പറയാം, എൻ്റെ ദൈവമേ, ഈ കാഴ്ചയൊക്കെ കാണാൻ ഞാൻ എത്ര കൊതിച്ചതാ. കൊച്ചമണി പറയാം, പശു കിടാവിനെ ചേർത്ത് നിർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോഴിയെ പരുന്തിനും കാക്കയ്ക്കും കൊടുക്കാതെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൂച്ചയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ 7 പ്രാവശ്യം പല പ്രാവശ്യങ്ങളായിട്ട് കൊണ്ടുവച്ചിട്ട് രക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് പെറ്റമ്മയെന്ന് പറയുന്നത്. ഞാനും ഒരുത്തനെ പെറ്റ് വളർത്തിയതാണ്. പക്ഷെ അവനും ഞാനും കണ്ട കീരിയും പാമ്പുവാണ്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് അവനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അവനെ ഒരു നേരം കണ്ടില്ലെങ്കിൽ എൻ്റെ ചങ്ക് പെടയും. ഞാനിതൊക്കെ പറയുന്നത് മോളെ ശ്രീലക്ഷ്മി നിന്നോടാ. ഇതാണ് മോളെ പെറ്റമ്മ. കുറ്റബോധം കൊണ്ട് ശ്രീലക്ഷ്മി പൊട്ടിക്കരയുക. രാധമ്മ കരയാതെ മോളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രിയ ദേഷ്യത്തോടെ അങ്ങോട്ട് വന്ന് അവരെ തള്ളി മാറ്റിയിട്ട്, അച്ഛനെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാവോ? കൊച്ചമണി പറയാം, അയ്യോ അച്ഛനെങ്കിലും അങ്ങോട്ടും ചെല്ല്. താണ്ടി ഇതെല്ലാം കണ്ടിട്ട് കലിമൂത്ത് നിൽക്കുക. അയ്യോ വേണുവാശാനെ അങ്ങോട്ട് ചെല്ല്, അല്ലെങ്കിൽ അവിടെയൊക്കെ നടന്ന് ചവിട്ടി നിലമൊക്കെ പൊളിക്കും. ഇങ്ങോട്ട് വന്നേച്ചാ എന്നും പറഞ്ഞ് വേണുവിനെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് പ്രിയ. എടി എന്താടി കാര്യം പറയടി എന്നും പറഞ്ഞാണ് വേണുവേട്ടൻ പോകുന്നത്. എടി പ്രിയ എന്താടി? അച്ഛൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുവാന്നോ? അച്ഛാ അതാണ്ട് അവള് നമ്മളെയൊക്കെ ഇട്ട് കുറെ വട്ടം കറക്കിയതാ. മോളെ പ്രിയെ, നീ ഞങ്ങളെയൊക്കെ ഇട്ട് കുറെ വട്ടം കറക്കിയതാ. ഈ വീട് വിറ്റുപോയപ്പോൾ നീ നിന്റെ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് ഒരു മുങ്ങിപ്പോയില്ലേ?
നീ കാണിച്ചതൊക്കെ നിനക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് വേണുവേട്ടൻ അങ്ങ് പോയി. ഹരീഷ് ആണെങ്കിൽ ആകെ കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ആ സമയത്ത് സാവിത്രി അങ്ങോട്ട് വരുന്നുണ്ട്. ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സാവിത്രി അകത്തോട്ട് കയറിപ്പോവുക. സാവിത്രി വന്നത് ഹരീഷിന് തീരെ ഇഷ്ടമായിട്ടുമില്ല. രുക്മിണി ചേച്ചി എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ രുക്മിണി പറയും, എടി വല്ലതും അറിഞ്ഞോ അവിടുത്തെ കാര്യം? എന്തായാലും ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. നാളെ എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലാം. എനിക്ക് അമ്മണിക്കളയെ വല്ലാത്ത പേടിയ. ആ ഹരീഷ് എന്താ നിന്ന് വരുന്നത്? അതെ, അവന് വിരഹദുഃഖവാടി. ദമയന്തി അങ്ങ് വീട്ടിലോട്ട് പോയില്ലേ, അതുകൊണ്ട് നളം നിന്നങ്ങ് ഉരുകുക. എടി സാവിത്രി, നിനക്ക് നാടകം കളിക്കാനറിയോ? നാടകമോ? ഏത് സമിതിയിൽ? എടി സമിതിയിലൊന്നും അല്ല. ഞാൻ പണ്ട് സ്കൂൾ ആനിവേഴ്സറിയിൽ ഒരു നാടകം കളിച്ചിട്ടുണ്ട്, വടിവാളും കമ്പിത്തിരി. നീ ഇവിടെ നിന്ന് എന്നെ ചീത്ത പറയുന്ന പോലെ അങ്ങോട്ട് അവൻ കേൾക്ക പറയണം. അങ്ങനെ സാവിത്രി ആക്ടിങ് തുടങ്ങി. എന്തായാലും രുക്മിണി കാണിച്ചത് വളരെ മോശമായിപ്പോയി. മനസ്സിന് സുഖമില്ലാത്ത പെണ്ണിനെ അവരോടൊപ്പം അങ്ങ് വിടണമായിരുന്നോ? അയ്യോ, സാവിത്രിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ ശ്രീമോളെ സ്നേഹിച്ചത്. രമ്യ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ സ്നേഹം കൂടി ഞാൻ അവൾക്ക് കൊടുത്തു. എന്നാലും അത് ശരിയല്ലല്ലോ രുക്മിണി. അവൾ എന്തെങ്കിലും കാണിച്ചോട്ടെ, നിങ്ങളങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. രണ്ടുപേരും മാറിയും തിരിഞ്ഞ് ഹരീഷ് നിൽക്കുന്നിടത്തോട്ട് നോക്കിയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മോനെയെങ്കിലും ഓർക്കണം. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ സാവിത്രി. എനിക്ക് എൻ്റെ ശ്രീമോളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ അവിടെ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ കാലിൽ വേണമെങ്കിലും വീഴാം. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ വേണമെങ്കിൽ മാപ്പും ചോദിക്കാം. ഞാൻ വേണമെങ്കിൽ അവളെ ഇങ്ങനെ വിളിച്ചോണ്ട് വരാം. സാവിത്രി പറയാം, അതാ വേണ്ടത്, പോയി വിളിച്ചോണ്ട് വരണം. ഇതെല്ലാം ആ പൊട്ടൻ ഹരീഷ് കേൾക്കുന്നുണ്ട്. വേണ്ട, അമ്മ പോയി അവിടെ കാലയിലൊന്നും വീഴണ്ട. അങ്ങനെ അവളെ വിളിച്ചോണ്ട് വരികയും വേണ്ട. അവൾ പോയത് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മറ്റേരേക്കാളും വലുത് എൻ്റെ ഈ പെറ്റമ്മ തന്നെയാണ്. അങ്ങനെ രണ്ടുപേരുടെ അഭിനയം ഏറ്റെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നിൽക്കുക. പൊട്ടൻ ഹരീഷ് അങ്ങ് പോവുകയും ചെയ്തു അവിടുന്ന്. അയ്യോ, രുക്മിണി ഏറ്റു, സക്സസ്, അങ്ങനെ കാര്യം പൊളിച്ചു എന്നും പറഞ്ഞിങ്ങനെ സന്തോഷം കൊണ്ട് നിൽക്കുവാണ് രണ്ടുപേരും. അംബികയാണെങ്കിൽ ഈ സമയത്ത് ഭയങ്കര സന്തോഷം. അതിലേറെ എൻ്റെ മകൻ അങ്ങനെ രക്ഷപ്പെട്ടു. അവൻ അമേരിക്കയ്ക്കും പോകും. അനന്തംപിള്ളയുടെ മകളെ കല്യാണം കഴിക്കുന്നതോടെ എൻ്റെ മോൻ്റെ ഭാവി സുരക്ഷിതമാവുകയും ചെയ്യും. ഋതികേട് അത്രയൊന്നും ഇല്ലെങ്കിലും അനന്തംപിള്ളയുടെ മോളും ഒരു കോടീശ്വരിയാ. ഇനി ആ പ്രതാപൻ്റെ മനസ്സൊന്നുകൂടെ ഒന്ന് ഇളക്കി വിടണമെങ്കിൽ ആ സംയുക്തയെ ഒന്ന് സമീപിക്കണം. എന്നാൽ ആ സംയുക്തയെ ഒന്ന് വിളിച്ചുകളെ എന്നും പറഞ്ഞ് സംയുക്തയെ വിളിച്ചിട്ട്, സംയുക്ത എന്തോടുക്കുക? ഞാനിവിടെ വീട്ടിലുണ്ട് ചേച്ചി. വേണ്ട, പ്രതാപൻ ഇപ്പം നിന്നെ അങ്ങോട്ട് അന്വേഷിച്ചതേ ഉള്ളൂ. അവന് പവിത്ര സിസ്റ്ററിനെ അങ്ങ് പിടിച്ചുപോയി. ആ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണേ ചേച്ചി എന്നും പറഞ്ഞു. അവനാണെങ്കിൽ പണ്ടേ പാവങ്ങളോട് വലിയ താല്പര്യം. പിന്നെ പെണ്ണെന്ന വർഗത്തിനോട് അവന് പരമ പുച്ഛവാ. സംയുക്തയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ല, അതിന് പെണ്ണുങ്ങളെല്ലാവരും കൂടെ പുള്ളിക്കാരനെ എന്തോ ചെയ്തു? പെണ്ണുങ്ങളെല്ലാവരും കൂടി അല്ല സംയുക്തയെ, ഒരു പെണ്ണ് അവനെ ചതിച്ചു. അതിന് ഏത് പെണ്ണാ സാറിനെ ചതിച്ചത്? വേറെ ആരുമല്ല, അവൻ്റെ ഭാര്യ പത്മ. പത്മ മേഡമോ? അവർ സൂര്യമംഗലത്തെ അല്ലേ? അവരൊരു വലിയ കലാകാരിയല്ലേ? സംയുക്ത അങ്ങനെ പറഞ്ഞത് കേട്ടു അംബിക അങ്ങ് ഞെട്ടിപ്പോയി. ആഹാ, ഇവളിതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇനി സംയുക്തയും പത്മാവതിയും തമ്മിൽ കണ്ടതു വല്ലതും ഈ അംബിക ഇനി മണത്തറിയുമോ? ഇനി അതിൻ്റെ പേരിൽ ആ സംയുക്ത എന്തൊക്കെയായിരിക്കും അവൾ ചെയ്യാൻ പോകുന്നത്? ഏതായാലും ദീപക്കിലുള്ള കെണി അനന്തംപിള്ളയെ ഒരുക്കിയിട്ടുണ്ട്. തൻ്റെ രാജുവും ഹൃതിയെ ഒരുക്കിയിട്ടുണ്ട്. ആരുടെ കെണിയിലാണ് ദീപക്ക് പോയി വീഴാൻ പോകുന്നത്? ആ വീഴ്ചയിൽ അംബികയും മകനും തകരുമോ? എന്തായിരിക്കും കാര്യങ്ങൾ? പ്രതാപൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമോ? എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.